മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതി സുഗാന്ത് സുരേഷിന് മുൻകൂർ ജാമ്യമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സുഗാന്തിനോട് കീഴടങ്ങണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, സുഗാന്തിനെതിരായുള്ള തെളിവുകൾ ടെലഗ്രാം ചാറ്റ് അടക്കം വീണ്ടെടുത്തിരുന്നു. അതിൽ കൃത്യമായി തന്നെ സുഗാന്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നു എന്നതടക്കമുള്ള തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഇനി സുഗാന്തിനെ പോലീസ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ സുഗാന്ത് കീഴടങ്ങണം. ഇതിലേതെങ്കിലും ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടതുണ്ട്. എന്തായാലും ശക്തമായ തെളിവുകൾ കോടതിക്ക് മുൻപിൽ എത്തി എന്നുള്ള കാര്യം കൂടിയാണ് ഈ വിധിയിലൂടെ തീരുമാനമാകുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത കഴിഞ്ഞ കുറെ നാളുകളായി IB ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട്, ആത്മഹത്യവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഹൈക്കോടതിയിൽ വാദം നടക്കുന്നുണ്ട്. ഇന്നാണിപ്പോൾ രാവിലെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ വിഷയത്തിൽ ഒരു വിധി പറയുന്നത്. ചില വിമർശനങ്ങൾ കൂടി കോടതി ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ കേസ് ഡയറിയിലെ വിവരങ്ങൾ ചോർന്നതുൾപ്പെടെ കോടതി അതൃപ്തി അറിയിക്കുന്നുണ്ട്. പോലീസിൽ നിന്നാവും വിവരങ്ങൾ ചോർന്നിട്ടുണ്ടാവുക. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അത് കണ്ടുപിടിക്കട്ടെ, അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടുപിടിക്കട്ടെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ സുഗാന്തുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഈ തെളിവുകൾ, പ്രത്യേകിച്ച് വാട്സാപ്പ് ചാറ്റിലെയും ഫോൺ വിളിയുടെയും സംഭാഷണങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ സുഗാന്തിന് ഒരേ സമയത്ത് തന്നെ പലതരത്തിലുള്ള പല സ്ത്രീകളുമായി വ്യത്യസ്തങ്ങളായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായും ശാരീരികമായും ഇമോഷണലായും മാനസികമായും ഒക്കെ ഇത്തരത്തിൽ കടുത്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കടുത്ത രീതിയിലുള്ള പീഡനങ്ങൾ ഈ ഉദ്യോഗസ്ഥ അനുഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ടാവുക. പക്ഷെ അത് അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് കണ്ടെത്തേണ്ടത്. പ്രതി മാനസികവും ശാരീരികവും സാമ്പത്തികവുമായി ചൂഷണം ചെയ്തു എന്നാണ് നിലവിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന് വാട്സാപ്പ് ചാറ്റുകൾ വരെയുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കൂടുതലായി ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു ബെയിൽ നൽകിയാൽ അത് പ്രതിക്ക് അനുകൂലമാകും. അതുകൊണ്ട് പ്രതി കീഴടങ്ങണം, അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ഈ വാദത്തിനിടയിൽ പ്രധാനപ്പെട്ട ചില തെളിവുകൾ കൂടി ഹാജരാക്കിയിരുന്നു. ഇതേ സമയത്ത് സമാനമായി മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടാവുകയും ആ സ്ത്രീയോട്, പ്രത്യേകിച്ച് ആ സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി താൻ എന്നാണ് ആത്മഹത്യ ചെയ്യുക, ആ ഡേറ്റ് ചോദിക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഈ സുഗാന്ത് പ്രതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ ചില ചാറ്റുകൾ നടത്തിയിരുന്നു. അത് എന്നാണ് മരിക്കുക, താൻ എന്നാണ് മരിക്കുക, തീയതി പറയൂ എന്നതുൾപ്പെടെ കൃത്യമായ എവിഡൻസ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. അതുൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്തിയത് കൊണ്ടാണ് ഇപ്പോൾ സുഗാന്ത് സുരേഷിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിക്കുന്നത്. മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഒരേ സമയത്ത് തന്നെ പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പലരുമായും ശാരീരികമായും മാനസികമായും ഒക്കെ ഈ തരത്തിൽ അവരെ ഇങ്ങനെ ഫിനാൻഷ്യലി ഉൾപ്പെടെ അവരുമായി ബന്ധം സ്ഥാപിക്കുകയും ഒരേ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ഈ ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്തിരിക്കുന്ന IB ഉദ്യോഗസ്ഥയുമായി ബന്ധപ്പെട്ട് അവളെ കൃത്യമായി തന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന രൂപത്തിൽ ചില സംഭാഷണങ്ങൾ കൂടി അതിനകത്തുണ്ടായിരുന്നു. ആ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് കൃത്യമായി തന്നെ ഹൈക്കോടതി കണക്കിലെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. റിട്രീവ് ചെയ്ത ചില ചാറ്റുകളിൽ നിന്ന് സുഗാന്തിന്റെ പ്രേരണ കുറ്റം കൃത്യമായി തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് കൃത്യമായി അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഗാന്ത് സുരേഷ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണം. അങ്ങനെ കീഴടങ്ങി ചോദ്യം ചെയ്യലുമായി സഹകരിച്ചാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തവും വളരെ സുവ്യക്തവുമായ അന്വേഷണം നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ തെളിവുകൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ല, ജാമ്യാപേക്ഷ തള്ളുകയാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ജിൽസി, വളരെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സുഗാന്ത് സുരേഷിന് മുൻകൂർ ജാമ്യം നൽകാനാവില്ല എന്ന് ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുന്നു. അത് ഹൈക്കോടതിക്ക് മുൻപിൽ നിരത്തപ്പെട്ട തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥയെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള ചാറ്റുകളൊക്കെ വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നു. ഇതൊരു ആത്മഹത്യാ പ്രേരണ കുറ്റമായി തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ജാമ്യം നൽകുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിൽ നിന്ന് ഹൈക്കോടതി വിട്ടുനിൽക്കുന്നത്. ഇനിയിപ്പോൾ സുഗാന്തിനെ കണ്ടെത്തുക അല്ലെങ്കിൽ സുഗാന്ത് കീഴടങ്ങുക എന്നുള്ളതാണ് കേസിലെ വളരെ നിർണായകമായ അടുത്ത ഒരു ഘട്ടമുണ്ടാവുക. അതിലേക്ക് ഇനി കടക്കുമോ അന്വേഷണ ഉദ്യോഗസ്ഥർ, സുഗാന്ത് തന്നെ സ്വയം കീഴടങ്ങുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വരും നിമിഷങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണാം.